നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ NTPCയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ ട്രേഡ് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ പ്രൈസ് ആക്ഷൻ ലൈൻ വരുന്നത് ഇതാണ്, ഇന്നലത്തെ ഡേ ഹൈ. അപ്പോൾ ചാർട്ടിൽ കുറച്ച് വരയും കുറിയൊക്കെ ഉണ്ട്, ഞാനൊന്ന് ഹൈഡ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നലത്തെ ഡേ ഹൈയിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു, അതിനെ ഇന്നലത്തെ ഡേ ഹൈയെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു, ദെൻ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ഇന്നലത്തെ നമ്മളുടെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ ഒരു റീടെസ്റ്റ് ചെയ്തു. ഈ റെഡ് ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്ത സമയത്താണ് നമ്മളിവിടെ ബൈ എടുത്തിരിക്കുന്നത്, അതായത് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ബൈ എടുത്തത്. നമ്മുടെ 0.5% സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് 1:3 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് നമ്മൾ വെച്ചേക്കുന്നത്. 1:3 ടാർഗറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ICICIയുടെയൊക്കെ മ്യൂച്വൽ ഫണ്ടുകളുടെ കുറച്ച് എനർജി ഫണ്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരു 8,000 കോടി അവരുടെ കയ്യിലേക്ക് ആ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ദിവസങ്ങളിലും ആ ഫണ്ടിൽ റീപർച്ചേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലോ വരാം, അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി സെക്ടറിലുള്ള പല സ്റ്റോക്കുകളും ബുള്ളിഷ് മൊമെൻറ്റം ഒരുപക്ഷെ തരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇവർ ബൈ ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി അങ്ങ് ബൈ ചെയ്തുകൊണ്ടിരിക്കത്തില്ല. മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കിനെ സെല്ല് ചെയ്ത് താഴെ കൊണ്ടുവന്നിട്ട് ലോ പ്രൈസിലായിരിക്കും അവർ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യത. അതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മേളിൽ കൊണ്ടുപോയിട്ട് അതിന് ശേഷം താഴത്തേക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഇന്ന് സംഭവിക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളൊന്നും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രൈസ് ആക്ഷൻ ലെവൽ വെച്ചിട്ട് നമ്മളിന്ന് എൻട്രി എടുത്തിട്ടുണ്ട്. നിയർലി 1:1 മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പുൾ ബാക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഡേ ഹൈയെ അത് റീടെസ്റ്റ് ചെയ്യുവാണ്. അത് തിരിച്ച് മുകളിലേക്ക് പോകും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിൻ്റ് അതേപോലെ തന്നെ, അതായത് ഇന്നലെ നടത്തിയിട്ടുള്ളത് ഒരു 4% മൂവാണ് മാർക്കറ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന്, അതായത് ഇന്നലത്തെ ഹൈയുടെ മുകളിൽ നിന്ന് അതുപോലൊരു മൂവ് മുകളിലേക്ക് നടത്തുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ 4% എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരെയാണ് വരേണ്ടത്. അപ്പോൾ ആ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗം അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഒപ്പം ഈ നമ്മൾ റെഡ് ലൈൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ക്യാൻഡിലുകൾ എടുത്തു കഴിഞ്ഞാൽ ഡേ ക്യാൻഡിലുകളുടെ ഒരു റേഞ്ച് ബ്രേക്കൗട്ടിന് ശേഷം അത്ര തന്നെ, അതായത് ഒരു റേഞ്ചിനെ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ച് എത്ര % ആണോ ഉണ്ടായിരുന്നത്, ഇല്ലെങ്കിൽ എത്ര വാല്യൂ ആണോ ഉണ്ടായിരുന്നത്, അത്രയും വാല്യൂ തന്നെ എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് വരുന്നത് ആ സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ സമയം മാർക്കറ്റ് അങ്ങനെ കാണിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഡേ ക്യാൻഡിലുകൾ എടുത്ത് നോക്കുമ്പോൾ, നോക്കട്ടെ ഞാനത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കാം. പക്ഷേ അത് ചാർട്ട് വളരെ ഗഡുബിടായി കിടക്കുകയായിരിക്കും, കുറച്ചധികം വരയും കുറിയുണ്ട്. എന്നിരുന്നാൽ പോലും ഞാനൊന്ന് നോക്കട്ടെ. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഡേ ക്യാൻഡിലുകളാണ്. ഇതാണ് നമ്മളുടെ ഒരു റേഞ്ചായിട്ട് നമ്മൾ കണക്കൂട്ടിയത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ ഒരു ഹൈ വരെ, അപ്പോൾ ഏതാണ്ട് 49 രൂപ അല്ലെങ്കിൽ 14%. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു റെഡ് ലൈനിലേക്ക് എടുത്തേക്കുന്നത് 7% 30 രൂപ. ഓക്കെ, അതായത് നമ്മൾ കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റ്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അളന്നാൽ ഏകദേശം അത് തന്നെയാണ്, 9% വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ആ ഒരു റെഡ് ലൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് എപ്പോഴാണോ ബ്രേക്കൗട്ട് ചെയ്യുന്നത്, പിന്നീട് അത് ഇവിടെ നിന്ന് അവിടെ വരെ പോയി മുട്ടാം. അതായത് ഇത്രയും റേഞ്ച് തന്നെ മുന്നിലേക്ക് പിന്നെയും പോകാം എന്നൊരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്തേക്കുന്നത്. അതിപ്പോൾ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോകുന്നത് ആയിട്ടാണ് നമ്മൾ പല സമയവും കാണാറുള്ളത്. അപ്പോൾ അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് ഇവിടെ വരെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 1:3 എന്ന് പറയുന്നത് നമ്മളിവിടെ ബൈ ചെയ്ത പ്രൈസ് 405 രൂപ 25 പൈസ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചു. അതേപോലെ ബൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ടാർഗറ്റ് 1:1, 1:2, 1:3, അതായത് 421 രൂപ 48 പൈസയിലാണ് നമ്മളുടെ 1:3 ടാർഗറ്റ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈനിന് താഴെയാണ് അത് വരുന്നത്. സോ അങ്ങോട്ടേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യോ. ഒരുപക്ഷെ ഇന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. അപ്പോൾ
നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് 1:1 കിട്ടിയാൽ നമുക്കറിയാം ഏകദേശം ഒരു 125 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1:3 എന്ന് പറയുമ്പോൾ നമുക്ക് 375 രൂപയോളം ഇന്ന് പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ, ഈ മന്ത് ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ NTPCയിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തു. നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 375 രൂപയോളമാണ് ഏകദേശം പ്രോഫിറ്റ് കിട്ടേണ്ടത്. 375 രൂപ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ നെറ്റ് നമ്മളിവിടെ പ്രോഫിറ്റിലേക്ക് വരും. ഓക്കെ, ഒപ്പം ഈ മാസത്തെ ലോസ് നമുക്ക് 265 കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമ്മളിന്ന് ബൈ ആണ് എടുത്തേക്കുന്നത്. സോ അവിടെ ലോങ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമ്മളിവിടെ പ്രോഫിറ്റ് കൗണ്ടിൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഈ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ടാസ്ക് വെക്കുവാണ്, വേറൊന്നുമല്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾക്കും ബോറായിരിക്കും. സമയം കുറച്ച് കൂടുതലൊക്കെ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥയെന്ന് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഒപ്പം തന്നെ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ഹിറ്റ് ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടോ, അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം. നിങ്ങളത് മാർക്കറ്റ് ചെക്ക് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ 1:1 ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഗോ ചാർട്ടിങ്ങിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം. ആക്ച്വലി ഇത് നോക്കിയിട്ട് എനിക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് നോക്കാൻ തുടങ്ങുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാമെന്ന് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ആരും ആദ്യമേ തന്നെ ചാടിക്കയറി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റിലെ പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ്ലി പഠിക്കുക എന്നതാണ്. അതിനുശേഷം ഇതൊക്കെ ഒരു സപ്പോർട്ടിങ് ടൂളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നൊരു സാധനം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് സൈഡാണ് ഹ്യൂജ് വോളിയം ഡെൽറ്റ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നിട്ടുള്ള ടോട്ടൽ വോളിയത്തിൽ 1.26 മില്യൺ ബൈയിങ് വോളിയം അധികമായിട്ട് സെല്ലിങ്ങിനേക്കാൾ അധികരിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ക്യാൻഡിലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്കറിയാം 15% സെല്ലിംഗ് സൈഡിലേക്ക് അധികമായി വന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഈ ക്യാൻഡിലുകളൊക്കെ വന്നപ്പോൾ അത് ഗ്രീൻ ക്യാൻഡിലുകളാണ്, നല്ല ഹ്യൂജ് ബൈയിങ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ എല്ലാം കൂടെ വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇന്ന് ഈ 1:3 ടച്ച് ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള മറ്റൊരു കാരണം കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ ഇതിനെയൊക്കെ മെഷർ ചെയ്ത് അളന്നാണ് എടുക്കുന്നത്. എല്ലാത്തിനും ഒരു മാത്തമാറ്റിക്സ് ഇവിടെ ഉണ്ട്. നമ്മളിതിനെയൊക്കെ കൃത്യമായി അളന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ അളന്ന് നോക്കിയാൽ ഈ ഡേ ലോയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഡേ ഹൈ വരെ നമ്മളിവിടെ അളന്നാൽ നമുക്ക് കാണാം മാർക്കറ്റ് ഓൾറെഡി 2% മൂവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇന്നലെ നമ്മൾ പറഞ്ഞത് എത്രയാണ്, 3.5% മാർക്കറ്റിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് ഉണ്ട്. അപ്പോൾ 3.5% ഒരു ഓടുന്ന മാർക്കറ്റ് ഓൾറെഡി എത്രയാണ് 2.1 ഓടിയിട്ടുള്ളൂ. അപ്പോൾ 3.5 എങ്ങോട്ടേക്കാണ്, നമ്മുടെ ടാർഗറ്റിലേക്ക് വെച്ചാൽ 3.5-നുള്ളിലാണ്. അപ്പോൾ 3.5ലേക്ക് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഇവിടെ കണ്ടല്ലോ 3.5. ഇവിടെ വരെ മാർക്കറ്റിൽ നിന്ന് അക്കോർഡിംഗ് ടു എന്താ പറയുന്നത്, നമ്മുടെ ഈ ATRനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് 3.5 ആണ്. അത് ലോ ടു ഹൈ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടും നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇവിടെ വരെ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ എന്തായാലും കിട്ടണമല്ലോ. ഒപ്പം സൈക്കോളജിക്കൽ പോയിന്റുകൾ അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും വരാനാണ് 420 ഒരു സൈക്കോളജിക്കൽ പോയിൻ്റായിട്ട് ഒരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം. അതത്ര വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാര്യം കൂടെ നമുക്കിപ്പോൾ ഒന്ന് നോക്കി പോകാം. ഞാൻ NSEയുടെ വെബ്സൈറ്റും കൂടെ നിങ്ങളുടെ അടുത്തൊന്ന് കാണിക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തീർച്ചയായും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. എന്നിരുന്നാൽ പോലും നമ്മൾ നിങ്ങളെ അറിവിന് വേണ്ടി പറയുവാണ്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഗെയിനേഴ്സിൽ
നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് തന്നെയാണ് NTPC ആണ്. ഓക്കെ, അപ്പോൾ 2.4% ഓൾറെഡി ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് കൂട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി NTPC നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പർ ബാൻഡ്, അതായത് 447 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ NSE ഇതിൻ്റെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. 447 രൂപ അപ്പർ സീലിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ വെച്ചേക്കുന്നത് 421. അതായത് ഈ അപ്പർ സീലിംഗ് ബാൻഡ് ഏകദേശം ഇവിടെയാണ് ഇന്നലെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അത് ഇന്നലത്തെ ബാൻഡായിരുന്നു. ഇന്നത്തെ ബാൻഡ് വന്നപ്പോൾ അവരത് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്, 447 കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പർ ബാൻഡിന് മുകളിൽ കൊണ്ടുപോയി നമ്മൾ മാർക്കറ്റിനെ അറിയാതെ നമ്മൾ കൊണ്ടുപോയിട്ട് ടാർഗറ്റ് ചെയ്താൽ, ഇവിടെ കൊണ്ട് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അടിക്കത്തില്ല. കാരണം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അപ്പർ ബാൻഡ് എത്തുമ്പോൾ തന്നെ NSE അന്നത്തെ ട്രേഡ് ഫ്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കണക്കുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞില്ല. തുടക്കക്കാരാണെങ്കിൽ പ്രൈസ് ആക്ഷൻ പഠിച്ചെടുക്കുക, അതുമാത്രം നോക്കിയാൽ മതി. ഒപ്പം നമുക്ക് എന്ത് ലാഭം കിട്ടി, എന്ത് നഷ്ടം കിട്ടി എന്നതിനെ പറ്റി പോലും നമ്മൾ ചിന്തിക്കേണ്ട. കാരണം പൈസയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇമോഷൻ കയറി വരും. അത് നമ്മുടെ ട്രേഡുകളെ ബാധിക്കും. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകണം, എന്നാലേ നമ്മുടെ ടാർഗറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു പോയിൻറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഡെലിവറബിൾ പൊസിഷൻ, അതായത് ബൈ ആൻഡ് ഹോൾഡ് ഉണ്ടല്ലോ, വാങ്ങിച്ച് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. ഇന്ന് നടന്ന ടോട്ടൽ ടേൺ ഓവറിൻ്റെ 36% ബൈ ചെയ്തിട്ട് ഇന്ന് ഇവർ വിൽക്കില്ല, ഇവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കൂട്ടി ബൈ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം 36% ആൾക്കാർ കരുതുന്നു ഇതൊന്നുമല്ല, NTPC ഇനിയും ധാരാളം മുകളിലേക്ക് പോകും. അത് ശരിയാണ്, 447 വരെ പോകാം ഇന്നത്തെ ദിവസം തന്നെ. അവിടെയാണ് അതിൻ്റെ അപ്പർ ബാൻഡ് വരുന്നത്. ഇത് ഓരോ ദിവസവും കഴിയും തോറും ഈ അപ്പർ ബാൻഡ് ലിമിറ്റ് കൂട്ടി കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ വരെ. ഏത് അടുത്ത ടാർഗറ്റ് നമ്മൾ കണ്ട ഡേ ക്യാൻഡിൽ വെച്ചിട്ട് ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്ത് അടുത്ത ടാർഗറ്റായിട്ട് ഇവിടെ, അതായത് ഇവിടെ വരെ വരുമ്പോഴെങ്കിലുമേ ഒരു സെല്ലിംഗ് പ്രഷർ വരുവാണെങ്കിൽ അതിന് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാം നമ്മുടെ തോന്നലുകളാണ് കേട്ടോ. ഇതൊന്നും അതുപടി നടക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. പക്ഷേ 90% ഓഫ് ടൈമും ഇതെല്ലാം സംഭവിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ഇവിടെയാണ് കിട്ടാനുള്ള സാധ്യത. അതായത് ആ റേഞ്ച് ബ്രേക്കൗട്ടിൽ വാങ്ങിച്ച ആൾക്കാരൊക്കെ ഇവിടെ വരെ വരുമ്പോൾ ഒരു 8% 10% ഒക്കെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകും. നല്ല പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുന്നവരവിടെ വിറ്റ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇതിപ്പോൾ നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റിലുള്ള സ്റ്റോക്കാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ അവർ വിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മറിച്ച് ഇതിൻ്റെ ഇത്രയും തന്നെ എത്രയാണോ റേഞ്ച് ഉണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞു 7% ആണെങ്കിൽ നെക്സ്റ്റ് ഇവിടുന്ന് ഒരു 7% കൂടെ അവർ ഹോൾഡ് ചെയ്യാം. അതർവൈസ് അതിൻ്റെ പകുതിയെങ്കിലും, 7%-ൻ്റെ പകുതി 3.5% കൂടെ ഇവിടെ നിന്ന് മുകളിലേക്ക് അവർ ഹോൾഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ATR വെച്ചിട്ട് 3.5% വരെ, അതായത് ഇവിടെ വരെ മാർക്കറ്റിന് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഇന്ന് വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2.15 എത്തിയിട്ടുള്ളൂ. 1% ഇനിയും ഇവിടുന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് കരുതുന്നു ഒരു സിനിമ കാണാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇതിട്ടിട്ട് നമ്മൾ സിനിമ കാണാനായിട്ട് പോകും. ഇപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്യും. അതിന് മുമ്പ് ഇത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ പോലും നമ്മുടെ ട്രേഡ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ്, ഇവിടെ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് സൈഡിലേക്ക് പോയാലും ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും. ഇനി ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ അലർട്ട് വരും. ഞാനിവിടെ പ്രൈസ് അലർട്ട് വെച്ചിട്ടുണ്ട്. 3 അലർട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് 1:1 വെച്ചതാണ്. അത് നമുക്ക് നോക്കാം 1:1 എന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ. 17, 25 ഈ ക്യാൻഡിൽ വന്നിട്ട് ഹൈ വന്നേക്കുന്നത് 417, 40. 417, 40 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അലർട്ട് ഇപ്പോൾ ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിവിടെ കാണിക്കുന്നില്ല, എന്തോ അത് ട്രിഗറായി കാണത്തില്ലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് 1:1 വെച്ചിട്ടുണ്ട്. പിന്നെ 1:2 അലർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1:3 അലർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കുറച്ചധികം നേരം എടുത്തിട്ടാണ് 1:2 ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് അലർട്ട് വരുമ്പോൾ നോക്കിയിട്ട് എക്സിറ്റ് എടുത്തെന്നിരിക്കും, അതല്ലെങ്കിൽ ഹോൾഡ് ചെയ്തെന്നിരിക്കും.
അതുമല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നതിനെ ട്രയൽ ചെയ്ത് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അലർട്ട് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഫുൾ ടൈം നമ്മൾ നോക്കിയിരിക്കുന്നതിനേലും നല്ലത്, ഇമോഷണലി നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനും നല്ലതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ രീതി, സ്ക്രീനിലേക്ക് അധികം നേരം കൊടുക്കാതെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കണ്ണിനുള്ള സ്ട്രെയിൻ ഒഴിവാക്കാം. 2, നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് അത് ഒഴിവാക്കാം. ഇതിൽ നിന്ന് വിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ ഈ അലർട്ട് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അലർട്ട് പലപ്പോഴും അടിക്കുന്നുണ്ടല്ലോ, കറക്റ്റായിട്ടാണല്ലേ അത് വെച്ചേക്കുന്നത്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്തോളുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ക്യാൻഡിൽ ഇവിടെ കാണിക്കുന്നത് 10% അധികമായി ബയേഴ്സ് വന്നിട്ടുള്ളതായിട്ടാണ്. സോ ദാറ്റ് ബുള്ളിഷ് മൊമെൻറ്റം തന്നെ നിൽക്കുന്നു. അപ്പോൾ ഓവറോൾ ഡെൽറ്റ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ നോക്കണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റ് പോട്ടെ. നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഒപ്പം നിങ്ങളോട് ഒരു കാര്യം കൂടെ, നമ്മളുടെ മറ്റൊരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 20 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ആളാണ്. ആംഫി രജിസ്റ്റേർഡ് NISM സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ആ ചാനലിലാണ് ഇടുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമല്ല, നമുക്കറിയാം നമ്മളിപ്പോൾ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിനെ പറ്റി പല ആൾക്കാരും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സെൽഫ് എംപ്ലോയി, എംപ്ലോയി, ഇൻവെസ്റ്റർ, ബിസിനസ് ഓണർ. ഓക്കെ, ഇതിനകത്ത് ഈ 4 ക്വാഡ്രന്റുകളിൽ എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈം നമ്മുടെ കയ്യിലല്ല. നമുക്കൊരു ബോസ് ഉണ്ടാകും, നമ്മൾ അവരുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്തേ പറ്റൂ, ആ ഒരു സ്റ്റേജാണ്. ഇനി ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ്സായിട്ട് കണക്ക് കൂട്ടാം. കാരണം ഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ആ സ്ക്രീനിന് മുമ്പിലിരുന്ന് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, എന്നാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. സോ ബിസിനസ് ചെയ്യുന്ന ആൾ ചെറിയ ബിസിനസ് ആകാം, വലിയ ബിസിനസ് ആകാം, വേറെ ആൾക്കാർ ഇരുത്തിയിട്ടൊക്കെ ചെയ്യുന്നു. ഇവരൊക്കെ ടൈം ഫ്രീഡം ഉണ്ട്. നമുക്ക് മുകളിലൊരു ബോസൊന്നുമില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ്. എന്നിരുന്നാൽ പോലും ഫിനാൻഷ്യലി ഫ്രീഡം പ്ലസ് ടൈം ഫ്രീഡം രണ്ടും കൂടെ ഒന്നിച്ച് അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് ഓണർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡൗട്ടുണ്ട്. നേരെ മറിച്ച് ബിസിനസ് നന്നായിട്ട് വിജയിച്ച ഒരു മനുഷ്യൻ, ഇപ്പോൾ വാറൻ ബഫറ്റ് അതേപോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ടൈം ലിമിറ്റ് ഇല്ല, അതേപോലെ ടൈം ഫ്രീഡവും ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡവും ഉണ്ട്. അവർക്ക് എത്ര നാൾ വേണേൽ എവിടെ വേണേൽ കറങ്ങി നടക്കാൻ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സാണ് അവരൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് ഒരു ബിസിനസ്സായി കാണുകയും ട്രേഡ് ചെയ്ത് കിട്ടുന്ന പണം നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൽ ചെയ്യുന്നത് പോലെ നമ്മൾ തന്നെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും നമ്മളിവിടെ ഡേ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കാം. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഫണ്ട് മാനേജേഴ്സൊക്കെ ഇരുന്നിട്ട് അവർ പഠിച്ച കാര്യങ്ങൾ ചെയ്തോളും. ഒരു ആവറേജ് നല്ലൊരു റിട്ടേൺ, ഇപ്പോൾ ബാങ്കിൽ കിട്ടുന്നതിൻ്റെയൊക്കെ ഇരട്ടിയോ അതിന് മുകളിലുള്ള റിട്ടേൺ, മോശമില്ലാത്ത റിട്ടേൺ അവിടെ കണ്ടിന്യൂസ്ലി കൊടുക്കുന്നുണ്ട് ലോങ് ടൈമിലേക്ക്. അപ്പോൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാം, ടൈം ഫ്രീഡം ആസ്വദിക്കാം, ഇമോഷനൊന്നും നമ്മൾ എടുക്കുകയും വേണ്ട. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട് ചെയ്താലുള്ള ഗുണങ്ങളൊക്കെ ആ ചാനലിൽ ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് ഇനി അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഹെൽത്തിനെ പറ്റിയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നോക്കുക, ഇന്ന് എന്താണ് സംഭവിച്ചേക്കുന്നത്, നമുക്ക് ടാർഗറ്റ് കിട്ടിയോ സ്റ്റോപ്പ് ലോസ് കിട്ടിയോ. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.